പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങ അരക്കണതാ? എന്താണ് മീൻ? കൊഴിയാളെ ഞാൻ ചെറുതല്ലേ വാങ്ങിച്ചേ. ഞാൻ ചെറിയ മീനല്ലേ കൊഴിയാളെ നിന്റെ അമ്മ വാങ്ങിച്ചു. ഓ നിങ്ങൾ വാങ്ങിച്ചല്ലേ? ഞാൻ പൈസ കൊടുത്ത് അവര് വാങ്ങിച്ചു തന്നു. എല്ലാം കലങ്ങി കിടക്കണം. കലങ്ങിയാ? ഇല്ലാതായാ? നിങ്ങൾ പോയി വാങ്ങുന്നത്? ഇല്ല, അവിടെ ചന്തയിലല്ലേ, പുറത്ത്. സമയം കഴിഞ്ഞില്ലേ? അതേ നിങ്ങൾ വാങ്ങുന്നത്? ഞാൻ അവിടെ അടുത്ത് തന്നെ. അപ്പൊ അങ്ങനത്തെ മറ്റേ ഇതാര് വാങ്ങിച്ചത്? അത് അവര് തന്നെ വാങ്ങിച്ചത്. എന്ത് കൊള്ളൂല്ലേ? രണ്ടും മറ്റത് ജാമായിരിക്കണം. കൊള്ളാന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്തൊരു പെട്ടെന്ന് ചോറ് കഴിക്കാം. ഇന്നലെ ഒന്നും കഴിച്ചില്ലല്ലോ. ഇന്നലെ രാത്രി എന്തൊരു കഴിച്ച? 2 ദോശയല്ലേ ചുട്ടെന്ന? ഉള്ളതുണ്ടാക്കി തന്ന അത് എന്തെങ്കിലുമൊക്കെ വയ്ക്കണം. ഇല്ലടാ കുഞ്ഞു ബാ. താര ഈ കോവയ്ക്ക് വയ്ക്കണില്ലേ? ഡേ ഒന്നൊന്നായിട്ട് വെക്കണമായിരുന്നു. നീ ഇത് രാവിലെ അടുത്ത് തന്നല്ലേ? എന്താ ഇങ്ങനെയാണ് അടുക്കളയുള്ളത്? ഓ അത് തന്നെ. അതിലിപ്പോ ചോദിച്ചതേ ഉള്ളു. എന്റെ അമ്മ എന്തോ നീനെ പാചകം ഒറ്റയ്ക്കൊന്നുമില്ല, കൂടെ സഹായിച്ചാ പെട്ടെന്ന് കഴിക്കാം. പിന്നെ ഇത് ആരാണ് അടുത്ത് വന്ന് കിടക്കണേ? ഈ സിത്തുവിന് ചേട്ടൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം കേട്ടാ. അയ്യേ ഇങ്ങോട്ട് തുടരുത്, കോവയ്ക്ക് എറിഞ്ഞോണ്ടിരിക്കാണ്. നിങ്ങളെ നോക്കി മാത്രം ചിരിക്കും കേട്ടാ. നോക്കി ചിരിച്ചോണ്ടിരുന്നാണ്ടാ കണ്ടാ? നമ്മളെന്തോ ഒരു ഭയങ്കര സ്നേഹം എന്തോ. ഞാൻ അടി കൊടുത്താലും ശരി, എന്തൊരു ചെയ്താലും ശരി, അതിന് എൻ്റെ അടുത്താണ് ഭയങ്കര. എപ്പോഴും നോക്കി ചിരിച്ചോണ്ടിരിക്കും. നമ്മളടുത്ത് ചിരിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. ചിരിക്കണാക്കി അതൊക്കെ എങ്ങനെയാണ്? നീ പോന്നു അത് പറഞ്ഞായിട്ടില്ലേ? അല്ലടാ സിത്തു മീൻ വരാനേ. സിത്തു ഞാൻ വിളിച്ചിട്ട് പോലും നോക്കണില്ല. അതെങ്ങനെ നോക്കും? സിത്തു സിത്തു അയ്യോ മതി, വെയിറ്റ്. ഇങ്ങോട്ട് അയ്യേ കോവയ്ക്ക. ഞാൻ ഒന്ന് വിളിച്ചാ മതി, അതിന് ഓടിയെത്തു. എങ്കിന്ന് കോവയ്ക്ക ഞാൻ ഉണ്ടാക്കൂല. കോവയ്ക്ക നീ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കി കഴിക്കാം. അത് നിങ്ങൾ നോക്കി ചിരിച്ചോണ്ടിരിക്കണേ. സിത്തു ചിരിക്കുമ്പോ ഇങ്ങനെ അറിയാൻ പറ്റാ അലവ്. സിത്തിലി മോളേ വാവക്കുട്ടി, ഇത്രയും കൊഞ്ചിട്ട് അത് എന്നെ തിരിഞ്ഞു നോക്കണില്ല. എന്താടാ തിരിഞ്ഞു നോക്കാത്ത? ഇത്രയും വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കില്ല. അങ്ങോട്ട് നോക്ക്. അത് ചേട്ടനെ തന്നെ നോക്കി ചിരിച്ചിരിച്ചിരിക്കുന്ന. വേണ്ട വേണ്ട, നിനക്ക് കോവയ്ക്കാരാ അവിടെ ഇരിക്കും. ഇവർ രണ്ടുപേരും എന്തോ ഒരു ബന്ധമുണ്ട്. പണ്ട് നമ്മൾ ലവറായിരുന്നു. സുത്തുവാ പണ്ടാ കഴിഞ്ഞ ജന്മത്തില് ഇല്ലടാ, അതുകൊണ്ടായിരിക്കും. സിത്തു നിങ്ങളെ ലവറാ? എന്തെങ്കിലും തുറന്നു പറ, എന്നാലേ നീ മനസ്സിലാവും. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ ചേട്ടൻ നോക്കി അത് നോക്കിക്കൊണ്ടിരിക്കണോക്കി. അതാണ് ഈ ജന്മത്തില് സിത്തു നിങ്ങളെ പട്ടിയായിട്ട് വന്നതാ. അതൊന്നും എനിക്ക് ചിരിച്ചുകൊണ്ടിരിക്കണതണ്ട സിത്തുവിന്റെ ചിരി. ഇവിടെ ക്ലോസപ്പിന് പരസ്യന്നില്ല വാബൂട്ടി. നീ എത്ര വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കില്ല. നീ വാ, ഞാൻ ചോറും തരില്ല, വെള്ളം തരില്ല, ഒന്നും തരില്ല. മീൻ തരില്ല, ചോറും തരില്ല, ഒന്നും തരില്ല.
അവർക്ക് ചോറൊക്കെ ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിരിക്കണം. അവർക്ക് എടുത്ത് കൊടുക്കാം, എനിക്ക് റെഡിയായാന്ന്. അതിന് കോവയ്ക്ക വേണ്ടേ? ഓ മീൻ റെഡി അടുപ്പിലായ. മീന് വേവാറായി. നല്ല രണ്ട് ദോശയാണ് കഴിച്ചത്, അതുകൊണ്ട് വിശപ്പ്. ദോശയ്ക്ക് അതിന് വരണമെന്ന് പറയണോ വരുന്നത്? പാതിരാത്രി ഉറങ്ങേണ്ട സമയത്ത് കയറി വന്നിട്ട് ചോറ് കേട്ടാ നമുക്ക് ഇന്ന സമയമൊന്നുമില്ലടാ. പൊറോട്ടയൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത്, പൊറോട്ട വാങ്ങിക്കൊണ്ടിരുന്നത്. ഞാൻ പുറകെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ഫ്രണ്ടിൽ കട കിടത്തിരുന്നു, അതുകൊണ്ട് വാങ്ങാൻ പറ്റില്ല. ഡേയ് ഞാൻ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കില്ലല്ലോ, നീ എണീറ്റ് പോവിടുന്നു. കരിയല്ല മാഞ്ഞു കഴിഞ്ഞ് കരി വരഞ്ഞു കൊടുക്കാം. എണീറ്റ് പോവിടുന്ന്. കുളിപ്പിക്കണമല്ല ഇത്ര നേരം അരിഞ്ഞാ? ഇത്ര നേരം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റല്ലേ? നിനക്കാണെങ്കിൽ 10 മിനിറ്റ് വേണ്ടി. നിങ്ങൾക്ക് 5 മിനിറ്റാ? പെണ്ണുങ്ങൾ കറി വെച്ച മീനിനെ വെന്ത് നോക്കണം, സുഖമായിട്ട് സുഖം നോക്കണമല്ല, അതിലെല്ലാം പാചകം എല്ലാം റെഡി ആയിട്ടുണ്ടാന്ന് നോക്കണത്. ശാലം കൂടെ ഉപ്പിടാണ്ട് പോയാട്ടെ കള്ളത്തനം പറയാതെ. ഉപ്പിടാണ്ടെന്ന് ആ ഞാൻ ടേസ്റ്റ് നോക്കി നോക്കണ്ട, വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഇത് കോവയ്ക്കായിട്ട് എന്റെ കൈ വിശക്കണ, എന്റെ കൈ തൊട്ടില്ലെങ്കിൽ ആ കറി ശരിയാവില്ല. അയ്യോ കള്ളത്തനം പറയല്ലേ? കള്ളത്തനാ. എന്തായാലും നീ ഈടാ കടു ഞാൻ വിത്താ ഉള്ള എണ്ണയൊക്കെ എടുത്ത് വിത്തല്ലേ? എണ്ണ ഒന്നും ഒരുപാടൊന്നും ഇടില്ല, ഞാൻ കൂടെ സഹായിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഇതിന്റെ ഞാൻ വിചാരിച്ച് നിങ്ങള് അതിലെടുത്ത് വെക്കുമെങ്കിൽ വീഡിയോയിൽ ഇങ്ങനെ കാണട്ടെന്ന് വിചാരിച്ചു. അതിലെടുത്ത് ആ വളയല്ലാതെ എടുത്ത് വെക്കും. ആ വളയം കഴുകി വെച്ചിരിക്കണം, ഞാൻ എന്നും കഴുകല്ല. ഇത് എണ്ണക്കുപ്പി ഇന്ന് വീട്ടിൽ നിൽക്കല്ലേ, എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വാങ്ങിച്ചേരി. 50 പൈസക്ക് പരിപ്പോട വാങ്ങിച്ചു തരാം, 1 രൂപയ്ക്കുള്ള പരിപ്പോട വേണ്ട. നീ മതിയുള്ള എണ്ണ അത്രയും എണ്ണ വേണം. കരിയപ്പല ഇല്ല പറയാത്തിന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരുമായിരുന്നല്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചിക്കണെങ്കിൽ അല്ലാതെ ചന്തയിലുള്ള വീട്ടിലുള്ളവർ കൊണ്ടുവച്ചിക്കല്ല, മറ്റേ ഇങ്ങനെ കെട്ടി പിന്നെ വാഴയുടെ നാരുണ്ട്. ഇങ്ങടിക്കും കടു 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 കടുവിനെ കാണാനില്ല. കിട്ടി. ഒന്നുമില്ലാത്തപ്പോ നല്ല വിശപ്പായിരിക്കും. അതങ്ങനെ തന്നെ എല്ലാവർക്കും. ഇടി ചൂടായില്ലേ? എണ്ണ ചൂടായി. കടു തറ വീഴരുത്, കടു തറയിൽ വീഴുന്ന വഴക്കോരും പറയണ ഉള്ളത് തന്നെ. തറയിലിട്ടിട്ട് നമുക്ക് അടി തുടങ്ങാം. അടിക്ക് ആര് ജയിക്കുന്നത് നോക്കാം. പിന്നെ എന്നിട്ട് കിടന്നാണ്ട് കരയരുത്. അത് കരിയും. തട്ടി 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 അത് ആ പാത്രം വെച്ച് തട്ടി. അയ്യോ എണ്ണ കരിയണ ഇതുണ്ട്, കടു കരിഞ്ഞു. ഈ കോവയ്ക്ക് എനിക്ക് വേണ്ട, കടു അതാ കരിഞ്ഞു. കണ്ട കണ്ട എല്ലാം ആ കടു മൊത്തം കരിഞ്ഞു. എന്റെ കൈ ഏതെങ്കിലുമൊക്കെ അടിക്ക്. അത് കരിഞ്ഞു കടു, അത് കൊള്ളൂല, ഒരു വല്ലാത്ത സ്മെല്ലേ. ഈ കറി നമ്മളിപ്പം കടു അല്പ മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. കടു കരിഞ്ഞ പിന്നെ ഒരു വല്ലാത്ത ചവയ്ക്കുമ്പോ കയക്കും. നീ നോക്കി നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ആ പാത്രം എടുത്ത് കുറച്ച് അടച്ചു. ചുമ്മാല്ല നിങ്ങൾ വയ്ക്കുന്ന കറിയൊക്കെ ടേസ്റ്റ് ഇല്ലാതെ കടുവിനെ പാതി വഴിയിൽ കൊണ്ട് ഇട്ടിട്ട് വരും പോലെ പകുതി പൊട്ടും പകുതി പൊട്ടില്ല. പകുതി പൊട്ടുന്നില്ല, മൊത്തം പൊട്ടും, പക്ഷെ കരിയില്ല. ഇതൊരു കരഞ്ഞ് കേട്ട് കണ്ട് എല്ലാരും കേട്ടോളെ ഒരു വല്ലാത്ത സ്മെല്ലാണ് വന്ന കരിഞ്ഞ സ്മെല്ല്. കടുവിനെയൊക്കെ കരിച്ചു വെച്ചിട്ട് തിന്നോണ്ട് എന്തൊക്കെ പറയാം. നിങ്ങൾ ഒരു സാധനം വാങ്ങിച്ചോണ്ടൊന്നില്ലല്ലോ. ഞാൻ വാങ്ങിച്ചോണ്ടുവരാൻ വേണ്ടി എന്റെ കയ്യില് ഇതണ്ട, ഈ കടുവ് ഒന്ന് കഴിച്ചു നോക്ക്, എന്തൊരു ടേസ്റ്റ് എന്ന് പറയാം. കരിഞ്ഞ കടു ഞാൻ പാത്രം എടുത്ത് അടച്ചു വെക്കുക, അപ്പൊ അത് ആവിൽ നിന്ന് പെട്ടെന്ന് വേവിട്ട്. നീ ഈ കോവയ്ക്ക് കഴിച്ചിട്ട് ഇന്ന് തറയിൽ കിടന്ന് ഉരുണ്ടില്ലെങ്കിൽ നോക്കി. ഞാൻ തറയിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് എണീറ്റ് തല കുത്തി മറിഞ്ഞ് താഴത്തെ തോട്ടിലൊക്കെ പോയി വീഴും. അത് നിന്റെ ഇഷ്ടം, എവിടെ പോയി വീഴണം. എന്തായാലും കോവയ്ക്ക് ഗംഭീരമാണ്. അയ്യോ ഗംഭീരാവാ, അതിപ്പോ അതിന് തട്ടിയല്ലേ ഉള്ളൂ.
ഓ തട്ടിയിട്ട് ഇനി കുറെ കഴിയുമ്പോഴത്തേക്കും നോക്കുമ്പോ അത് അതെല്ലാം കഴിക്കുമ്പല്ലേ കടു എന്തായാലും കരിഞ്ഞോ? കടുവൊന്നും കരിയും. കടു കരിഞ്ഞല്ല. കടു കരിഞ്ഞ നല്ല ടേസ്റ്റ് ആണ്. ടെസ്റ്റ് ചെയ്ത് നോക്ക് ഇന്ന് സാമ്പിൾ. നോക്കാം നമുക്ക് ലാസ്റ്റ്. ഇനി എന്തോന്നുണ്ട്? ഇനി ഒന്നുമില്ല, ഒന്നും വരയിടല്ലേ ലാസ്റ്റ്. അത് വഴണ്ട വന്നേ പിന്നെയാണ് മുളക് പൊടിയും ഒക്കെ ഇടേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ മീൻ എന്തരായി? മീനൊന്നും ആയില്ല, അവിടെ ഇരിക്കട്ടെ. പിന്നെ എന്തൊക്കെ ഉണ്ട് കോവയ്ക്ക? കോവയ്ക്ക് എന്തൊക്കെ ഉണ്ടെന്നോ? കോവയ്ക്ക് സെറ്റാക്കി എടുത്ത്. പിന്നെ നീ വന്നിരുന്നെങ്കിൽ അതൊന്നും റെഡിയാവൂല. ഞാനെല്ലാം എല്ലാം പറഞ്ഞു തന്നെ. നീ പറഞ്ഞു തന്നെ എന്തല്ല. നീ ഇത് അടച്ചു വെച്ചിട്ട് നീ അപ്പോഴും പോയതല്ലേ? ഇപ്പല്ലേ പറഞ്ഞേ? ഞാൻ പോയി നമുക്ക് ഇതിടുന്നവർക്ക് കമന്റ് ഇട്ടോണ്ടിരുന്നു. പെണ്ണുങ്ങളൊരു സ്വഭാവമുണ്ട്, ഇതേപോലത്തെ സാധനങ്ങളൊക്കെ അരവേക്കാടായിട്ട് വെച്ചിട്ട് തീയും കുറച്ച് വെച്ച് അടച്ചു വെച്ചിട്ട് ഇരുന്ന് ടി വി ആണാക്കാം, മൊബൈൽ. അത് വെന്ത് വരുമ്പോഴത്തേക്ക് മണിക്കൂറുകളാവും. ഞാൻ ഇവിടെ നിന്ന് ഇതിനെ ഇങ്ങനെ കെണ്ടി പറക്കി തീയും കൂട്ടി വെച്ചത് കൊണ്ടാണ് ഇത്. അയ്യോ, കാണായിരുന്നു 3 മണിയാണ് ചോറ് തിന്നത്. ഞാൻ എന്ന് 12 മണിക്കുമ്പോ എല്ലാം ആവണേ. എനിക്ക് 11 ഒക്കെ ആകുമ്പോ എല്ലാം ചേർത്ത്. വീട്ടിലൊന്നും വയ്ക്കൂലല്ലോ, പഴഞ്ഞല്ലേ കുടിക്കുന്നത്. പഴഞ്ഞ് എന്തെങ്കിലും ഇതുപോലെ കറി മാത്രം വയ്ക്കും. അപ്പോഴത്തേക്കും പിന്നെ എന്തെന്ന് സമയം പോയി. നിങ്ങൾക്കുള്ള കഷ്ടപ്പാട് കുറയാൻ വേണ്ടിട്ടില്ല അങ്ങനെ ചെയ്യണേ. കുറയാൻ വേണ്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ വയ്ക്കണതേ നിങ്ങൾ കഴിക്കുന്നില്ല. ഒരു ദിവസം ഒരു ഗ്ലാസ് അരിയിട്ട് വെച്ചാൽ 2 ദിവസമായിട്ടാണ് കഴിക്കുന്നത്. അത് നിങ്ങളെ കഷ്ടപ്പാട് മാറാൻ വേണ്ടിട്ടാണ്. കഷ്ടപ്പാടല്ല, നിങ്ങളെ കഷ്ടപ്പാട്. നമ്മള് ലാഭം നോക്കിയാലും നിങ്ങൾക്ക് അതിന്റെ ഇത് കിട്ടുള്ളൂ. നിങ്ങളെ കഷ്ടപ്പാട് മാറാൻ വേണ്ടിയാണ് ഞാൻ പോയി കിടന്നുണ്ടാക്കുന്നത്. അത് നിങ്ങൾ അതനുസരിച്ച് നിങ്ങളും ഒന്നും വയ്ക്കണില്ല. അതിന് കഴിച്ചാലേ വയ്ക്കുള്ളൂ. അവനേം നേരെ ചോറ് കഴിക്കണില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പല്ലി ഇതുപോലെ നുണയ്ക്കും പോലെ എന്തെങ്കിലും ഇതുപോലെ കഴിക്കും. നീയും പറയണില്ല ചോറ് ഇഷ്ടല്ലേ? ചോറ് ഇഷ്ടമല്ല. ഡെയിലി ഇനി പൊറോട്ട ഞാൻ വരുത്താം ഇവിടെ. പൊറോട്ട അങ്ങനെ ഇഷ്ടമല്ല. പൊറോട്ട വല്ലപ്പോഴും ഒരു 2-3 മാസത്തേക്ക് ഒരിക്കൽ കിട്ടിയാൽ ഒരു 2 എണ്ണം കഴിക്കാം. അങ്ങനെ ഒന്നും ഇഷ്ടമല്ല. പിന്നെ എന്തോന്നാണ് വേണ്ടത്? പിന്നെ ബിരിയാണി ഇഷ്ടം. അത് ചോറില്ലേ വെക്കണല്ലേ? എന്താ അത് കിട്ടി അങ്ങനെ ഡെയിലി ബിരിയാണി കഴിക്കരുത്. എനിക്ക് വേറെ അങ്ങനല്ല, തേയില വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കഴിക്കാം. വിശക്കണേ എന്നാ പിന്നെ നമ്മൾ ചോറ് കഴിക്കട്ടെ. ആ കോവയ്ക്ക് ഞാൻ നോക്കി കേട്ടെ, കഴിച്ചു നോക്കി. കടുവ് കരഞ്ഞെങ്കിലും കുഴപ്പമില്ല, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആണുങ്ങൾ കഴിക്കുന്ന സാധനം എന്തിനാണ് പിന്നെ നന്നായിട്ട് വരാത്തത്? പെണ്ണുങ്ങളെന്ന് പറയണത് പാചകത്തിന്റെ ഒരു കലവറയാണ്. പാചകത്തിന്റെ ഒരു അത് പെണ്ണുങ്ങള്. ആണുങ്ങളെന്ന് വെച്ചാൽ കൈപ്പുണ്യാണ്. അധ്വാനിക്കുകയും ചെയ്യും, ഇടയ്ക്ക് പാചകം വെക്കുക. അതാണ് നല്ല കൈപ്പുണ്യം എന്ന് പറയുന്നത്. നിങ്ങൾ സ്ഥിരം ഇതാണ് ജോലി നിങ്ങളെ. നമ്മൾ പിന്നെ ഇടയ്ക്ക് തെന്നിയും നിറച്ച് ഇതിൽ വന്ന് കാലി കെട്ടി വീണെന്നേ ഉള്ളൂ. അയ്യോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെയല്ലേ കറക്റ്റായിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും. പിന്നെ കാണാൻ കേട്ടോ. ഇനി ഇത് തന്നെ പറയണേ, എനിക്ക് വിശക്കണം. കാരണം നമ്മൾ വേറെ ജോലികളാണ്. പിന്നെ കാണാവേ. നീ എന്താന്ന് കുടിച്ചങ്ങ് എന്താന്ന് വെള്ളം കുടിക്കണേ? തകർത്ത കുടിയായിരിക്കണ വെള്ളം. നമ്മൾ വയലിൽ പോകുന്നുണ്ട്. നമ്മളെ വയലല്ലായിട്ട് ആരാണ്ട വയല്. വയലിൽ തന്നെ പോണേ. പാറശാല പോണം. പിന്നെ പാറശാല തന്നെ വയലിൽ പോണത്. എന്റെ മാല പൊട്ടിയെന്ന് ഇന്നലെ കോവിലിൽ പോയപ്പം. യാതുമാല ഒരു കറുത്ത മാലേ ഉള്ളു, അത് പൊട്ടി. സ്വർണ്ണമാല അവർ കട്ടോണ്ട് സ്വർണ്ണമാല അവര് കട്ടോണ്ട് പോയി. സ്വർണ്ണമാല പൊട്ടിയതുപോലെയല്ലേ പറഞ്ഞു എന്റെ മാല പൊട്ടിപ്പോയി. അയ്യോ പോയി. സ്വർണ്ണമാല നിങ്ങൾ കട്ടോണ്ട് പോയി ബാങ്കിൽ കൊണ്ടുവച്ചിങ്ങനെ. നമ്മള് കൈതോണി പറിക്കാൻ പോണേ. എനിക്ക് എണ്ണ തീർന്നിട്ട് കുറേ ദിവസമായി. അന്ന് കഴിഞ്ഞ വർഷം വീട് പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കാച്ചി വെച്ചാണ്. അപ്പോഴും മഴയായപ്പോൾ ഇവിടെ കൈതോണി ഉണ്ടായിരുന്നു. നമ്മൾ ചെടിയിലൊക്കെ ചട്ടിയിലൊക്കെ കൈതോണി വന്നു, അത് പറിച്ചാണ് ഞാൻ കാച്ചി വെച്ചത്. ഇപ്പൊ ഇവിടെ വെയിലായി വന്നപ്പം എണ്ണ തീർന്നല്ലാണ് എന്റെ മുടിയും കൂടെ കറുത്തത്. എണ്ണ തീർന്നിട്ട് കുറെ ദിവസമായിട്ടാ. അത് ഒരു വർഷം കഴിഞ്ഞ്, 1 മാസം ഒക്കെ കഴിഞ്ഞുണ്ട്. അങ്ങനെ പിന്നെ എണ്ണയില്ല. ആ എണ്ണ പണ്ട് തൊട്ട് അത് എണ്ണ തേക്കണ. പിന്നെ മുടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ എണ്ണ. ഈ ടയറോയ്ഡ് വന്നതിന് ശേഷമാണ് മുടിയൊക്കെ തോന്നി. ഞാൻ എന്തോന്ന് വിളിച്ച് നോക്കണേ, കള്ളന്മാർ നോക്കും പോലെ. താക്കോലതുകൊണ്ട് അവിടെ സിറ്റൗട്ടിന്റെ അളിയില്ലേ അങ്ങനെ. അപ്പോഴ് എന്താന്ന് പറയാ പറഞ്ഞോണ്ടെന്ന് മറന്നേ. അപ്പൊ കൈതോണി പറിക്കണം. പിന്നെ എന്തോന്ന്,
പിന്നെ അവിടെ പിന്നെ ചായ കുടിക്കണം. ചായ എനിക്ക് എന്താ ഇന്ന് ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ കൊതി വന്നത്. ഇല്ലെങ്കിൽ കുടിക്കില്ലേ? ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗം വരും.